ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റിയ എന്നാലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടക്ക റെസിപ്പിയുമായിട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു തവണയെങ്കിലും വീട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എനിക്ക് തോന്നുന്നു ചോറിനായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പ്രത്യേകിച്ച് കറികളുടെ പോലും ആവശ്യം ഉണ്ടാവില്ല കേട്ടോ, ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കിയ വെണ്ടക്ക ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത വെണ്ടക്കയാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പാൻ വെച്ച് നല്ലോണം ചൂടാക്കി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലത്തെ നാടൻ റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത വെണ്ടക്ക നമ്മുടെ ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെണ്ടക്കയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത ശേഷം നല്ലോണം ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു ഒട്ടൽ മാറുന്നത് വരെ നല്ല രീതിക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒട്ടലൊക്കെ ഒന്ന് മാറി വരുന്ന സമയം കൊണ്ട് തന്നെ അത് ഏകദേശമൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്താൽ ഇതേപോലെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സെയിം പാനിൽ തന്നെയാണ് ഞാനിവിടെ കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 കറിവേപ്പിലയിലോട്ട് തന്നെ ഞാനിതാ ഇതുപോലെ 3 വറ്റൽമുളക് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് 3-4 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത ശേഷം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് വഴണ്ട് വരാനുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായി കളറ് മാറി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു തക്കാളി, ചെറിയൊരു തക്കാളി മതി, ഇതുപോലെ കഷ്ണങ്ങളാക്കിയ ശേഷം നമുക്ക് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായി വഴറ്റിയെടുക്കാം. അപ്പം നമ്മളിവിടെ ചേർത്തിട്ടുള്ള ഈ ഒരു വറ്റൽമുളക് മാത്രമാകുമ്പോൾ നല്ലൊരു കളറൊന്നും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഒരു 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എരിവ് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിലോട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കഷ്ണം വാളംപുളി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂട് നല്ലോണം ആറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനിതാ സെയിം പാനിലോട്ട് തന്നെ ഒരു ഇച്ചിരി എണ്ണ കൂടി ആക്കി കൊടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നല്ലോണം ഒന്ന് പൊട്ടിച്ചെടുത്ത് നമ്മളിപ്പം ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ വഴറ്റിയെടുത്തത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റി ജസ്റ്റ് അതിലൊന്നങ്ങ് ഡ്രൈ ആക്കി എടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആവുകയും വേണ്ട, എന്നാലാണെങ്കിലോ അത്യാവശ്യം നീരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുകയും വേണം. ഈ ഒരു പരുവത്തിൽ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല മിക്സ് ആക്കി കൊടുത്താൽ പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടായാലും വേണ്ടില്ല, 1 മിനിറ്റ് നന്നായി ആ മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ മറക്കരുത് കേട്ടോ. ഇങ്ങനെ വന്നാൽ നമ്മുടെ അടിപൊളി വെണ്ടക്ക റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എത്രയുള്ളൂ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.